തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച് ഇടത് സർക്കാരിന്റെ രാഷ്ട്രീയ വിദ്വേഷം. വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, കൊടുങ്ങാനൂർ തുടങ്ങി BJPക്ക് സ്വാധീനമുള്ള മേഖലകളിലാണ് കുടിവെള്ള വിതരണം നിർത്തിവെച്ചിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിക്ക് ഗത്യന്തരമില്ലാതെ നാട്ടുകാർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചിട്ടും ജലവിതരണം പുനഃസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വിവരങ്ങൾ ശിവദാസ് കന്മനമാണ് ചേരുന്നത്. ശിവദാസ്, ഇതൊക്കെ CPM ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും ഇത്തരം സംഭവങ്ങൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം അവരുടെ ഒരു രാഷ്ട്രീയ നയം ഇങ്ങനെയൊക്കെയാണ്. അത് കേരളത്തിൽ ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും BJP തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട ശക്തിയായി ഭരണം പിടിച്ചതോടുകൂടിയാണോ ഇപ്പോൾ സംസ്ഥാന സർക്കാരും ജലവിഭവ വകുപ്പുമൊക്കെ ഇത്തരം നാടകങ്ങൾ തുടരുന്നത്? തന്നെയാണ്. കാരണം BJPക്ക് സ്വാധീനമുള്ള മേഖലയിലാണ് ഇപ്പോൾ കുടിവെള്ളം കിട്ടാക്കനിയായിരിക്കുന്ന ഒരു അവസ്ഥയുള്ളത്. കാരണം അതിന് മുൻപുള്ള കാലങ്ങളിലൊക്കെ ഈ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം കൃത്യമായി നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, കൊടുങ്ങാനൂർ തുടങ്ങിയ മേഖലകളിൽ ഒന്നും തന്നെ കഴിഞ്ഞ 10 ദിവസത്തിൽ കൂടുതലായി ഇവിടെ കുടിവെള്ളം ലഭിക്കുന്നില്ല. സ്ത്രീകളും കുട്ടികളും പ്രായമുള്ള ആളുകൾ അടക്കം, രോഗികളടക്കമുള്ള ആളുകൾ ഉണ്ട്. ഇവർക്കൊന്നും തന്നെ വെള്ളമില്ലെങ്കിൽ വലിയ ദുരിതത്തിലാവും എന്നുള്ളത് നമുക്കറിയാം. അത്തരത്തിലുള്ള ദുരിതമാണ് ഈ മേഖലയിലുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്നത്. വാട്ടർ അതോറിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ പലതവണ ഇവർ പരാതിയുമായി വാട്ടർ അതോറിറ്റി ഓഫീസിൽ ചെന്നിരുന്നു. പക്ഷേ കൃത്യമായ ഒരു മറുപടിയൊന്നും ലഭിക്കുന്നില്ല. ഏത് സമയത്ത് ഈ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കും എന്നൊന്നും കൃത്യമായി അവർ പറയുന്നുമില്ല. അങ്ങനെ ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഇന്നലെ PTP നഗറിലെ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഇന്നലെ ഉപരോധിക്കുന്ന സംഭവം വരെ ഉണ്ടായി. എന്നിട്ടും അതിന് കൃത്യമായ ഒരു പരിഹാരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴും അവർ പറയുന്നത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചില മേഖലയിലേക്ക് വലിയ ടാങ്കർ വാഹനങ്ങൾക്ക് കടക്കാനുള്ള സൗകര്യം ഇല്ല. ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മുൻകാലങ്ങളിൽ ഈ ഭാഗങ്ങളിലൊക്കെ കുടിവെള്ള വിതരണം കൃത്യമായി തന്നെ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ സമീപ വാർഡുകളിലുള്ള, അതായത് CPM ഭരിക്കുന്ന വാർഡുകളിലൊക്കെ തന്നെ കൃത്യമായി തന്നെ കുടിവെള്ള വിതരണം കൃത്യമായി നടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ മേഖലയിലുള്ള കൗൺസിലർമാർ രാജ്യ തലസ്ഥാനത്താണ്, പ്രധാനമന്ത്രിയെ കാണാൻ പോയതാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിലാണ് ഇപ്പോൾ ഈ മേഖലയിൽ കുടിവെള്ള വിതരണം നിലച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഭരണ സംവിധാനങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്ന രീതിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ ശിവദാസ്, എന്തായാലും വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണിത്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കുടിവെള്ളം ഭരണസ്വാധീനം ഉപയോഗിച്ച് മുട്ടിക്കുകയാണ് CPMും ഇവിടുത്തെ ഇടതു സർക്കാരും. അങ്ങേയറ്റം മോശപ്പെട്ട രാഷ്ട്രീയ കളി എന്നല്ലാതെ ഇതിനെ മറ്റൊരു രീതിയിലും വിശേഷിപ്പിക്കാൻ പറ്റില്ല. എന്തായാലും പൊതുജനം ഇതെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും. ശിവദാസ് കന്മനമാണ് വിവരങ്ങളുമായി ചേർന്നത്.